ആലപ്പുഴയിലെ പ്രശസ്തമായ ഇപ്പോൾ കുപ്രസിദ്ധമായ കടപ്പുറം ആശുപത്രിയെക്കുറിച്ചാണ് പരാതികൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. കാരണം തുടർച്ചയായി രണ്ടാമത്തെ വിഷയമാണ് 5 ദിവസത്തിനുള്ളിൽ അവിടെ സംഭവിക്കുന്നത്. 19-ാം തീയതി വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ മറ്റൊരു പെൺകുട്ടി 10 ദിവസമാണ് അവിടുത്തെ കാർഡിയാക് ICUവിൽ കിടന്ന് നരകിച്ചത്, ജീവന് വേണ്ടി മല്ലിട്ടത് എന്നുള്ളതാണ്. നിരവധിയായ പരാതികൾ ഈ കടപ്പുറം ആശുപത്രിക്കെതിരെയുണ്ട്. ഓരോ ദിവസവും വരും ദിവസങ്ങളിലുമൊക്കെ നമ്മളതിൻ്റെ ഫോളോ അപ്സായി പ്രേക്ഷകരിലേക്ക് ന്യൂസ് ട്രെൻഡ്സിലൂടെ തന്നെ നമ്മൾ ഈ വിഷയങ്ങൾ പങ്കുവെക്കും. ഷിജു വിശ്വനാഥ് എന്ന ഒരാൾ കൂടിയുണ്ട്. ഷിജു, ഞങ്ങൾ ഈ 2 പേരുടെ ദുരവസ്ഥ പങ്കുവെക്കുകയായിരുന്നു ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം കടപ്പുറം ആശുപത്രി ഒരുപാട് പേർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. നഗരത്തിലെ നമുക്കറിയാം വിവിധ വിഭാഗങ്ങളിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ആശ്രയമാണ്. പക്ഷേ ആശ്രയിക്കാൻ സാധിക്കാത്ത ഒരു ആശുപത്രിയായി മാറുന്നുണ്ടോ? എന്താണ് ഷിജുവിന്റെ അനുഭവം? സർ, എന്റെ മോള് 4 മാസം പ്രഗ്നന്റ് ആയിട്ട് കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നാണ്, വൈകിട്ട് അവിടെ ചെന്നാണ്. അപ്പൊ ഈ കാഷ്വാലിറ്റിയിൽ ചെന്ന് അവിടുന്ന് ഒരു 200 മീറ്റർ ദൂരമാണ് ലേബർ റൂമിലേക്കുള്ളത്. അപ്പൊ നമ്മളോട് അവർ പറഞ്ഞത് നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ ഈ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ദൂരം എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിനു മുൻപ് വരെ പുൽത്തകടിയും കാമാനങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ട് മനോഹരമായ ഒരു വഴിയാണ്. ഈ ലേബർ റൂമിലേക്ക് പോകുന്ന ഈ 200 മീറ്റർ കുണ്ടും കുഴി എന്ന് പറഞ്ഞ വഴിയാണ്. പക്ഷെ അവിടുന്ന് ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് ലേബർ റൂമിലേക്ക് പോകാണ്ട് റാമ്പും ട്രോളിയും സ്ട്രക്ചറും വീൽ ചെയറും എല്ലാ സംവിധാനങ്ങളും, പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു മൂലയ്ക്കായിട്ട് മാറിയിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ബ്ലീഡിംഗ് ആയിട്ട് വന്ന കുട്ടിക്ക് സ്കാൻ ചെയ്യണം. ഇത്രയും പ്രസവം നടക്കുന്ന ഇത്രയും വലിയൊരു ആശുപത്രിയിൽ സ്കാനിങ് സംവിധാനം ഇല്ല. നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞത് അവിടെ സ്കാനിങ് മെഷീൻ ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ ആരും ഇല്ലെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 12 കിലോമീറ്റർ അപ്പുറമുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത്. ഈ ബെഡ് റെസ്റ്റ് പറഞ്ഞ് ബ്ലീഡിംഗ് ആയിട്ട് വന്ന കുട്ടിയെ അവിടെ കൊണ്ടുപോയി തിരിച്ചു വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഇതിനെ പുറത്തു കൊണ്ടുപോയി സ്കാൻ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പൊ അവിടുത്തെ ഒരു സ്കാനിങ് മെഷീൻ ഇല്ലാത്തതും അവിടെ ഉള്ള നിലവിലുള്ള സൗകര്യങ്ങൾ. പിന്നെ അവിടെ തന്നെ ചികിത്സ തുടർന്നോ ഷിജു? കാരണം നമുക്കറിയാം ആലപ്പുഴയിലെ വേറെ നിവൃത്തിയില്ല, അതാണ് സ്വകാര്യ ആശുപത്രികളില്ല. നമുക്ക് പിന്നെ വലിയ പണച്ചെലവൊക്കെ ഉണ്ടാകുന്ന ശസ്ത്രക്രിയയാണ്, സ്വാഭാവികമാണ്. ഷിജു അവിടെ തന്നെ മകളെ ചികിത്സിച്ചല്ലേ? അതേ മാർഗമുള്ളൂ സാർ. എന്നെ പോലെ സാധാരണക്കാരനെ മറ്റൊരു പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതേ മാർഗമുള്ളൂ. അതുകൊണ്ട് അവിടെ തന്നെ തുടരുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് അവിടെ ഒരുപാട് ബുദ്ധിമുട്ട്. നമ്മൾ എങ്ങനെയെങ്കിലും സമ്മർദ്ദം ചെലുത്തി നമ്മൾ എന്തെങ്കിലും ഒരു നിവൃത്തിയുള്ളവരാണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുക അവിടെ ചെയ്യുന്നത്. നമ്മൾ കയറുന്ന അവിടുന്ന് സെക്യൂരിറ്റി മുതൽ അങ്ങോട്ട് നമ്മളെ അവിടെ നമുക്ക് നിൽക്കാം. ഒരു പേഷ്യനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ വിവരം അറിയുന്നവരെ നിൽക്കാൻ പറ്റത്തില്ല, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവിടെ നിൽക്കാൻ പറ്റത്തില്ല, വണ്ടി പാർക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ കർശനമായി ജയിലിൽ കയറുന്ന ഒരു അവസ്ഥയാണ് അവിടെ. ഒരു സർക്കാർ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു ജയിലിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു നല്ല ഡോക്ടർമാരുണ്ട്, എല്ലാം നല്ല ഡോക്ടർമാരാണ്, വിദഗ്ധരായ ഡോക്ടർമാരാണ്, എല്ലാ സൗകര്യങ്ങളും ഭയങ്കരമായ സൗകര്യങ്ങളുണ്ട്. എനിക്ക് സാറിന് അറിയാൻ പറ്റില്ല, അതിന്റെ ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ 1942 ബിൽഡിംഗ്, അത്രയും പഴക്കമുള്ള. ഇവിടുത്തെ ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ആലപ്പുഴയിലെ 3 ജനപ്രതിനിധികൾ, AM ആരിഫ് MP, PP ചിത്തരഞ്ജൻ MLA, H സലാം, ഈ 3 പേരും ജനിച്ചത് ഈ ആശുപത്രിയിലാണ്. അതുപോലെ ആലപ്പുഴയിലെ നിരവധി ആൾക്കാർ ജനിച്ച അന്വേഷിക്കും, പരിഹാരം കണ്ടെത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മന്ത്രിക്ക് ഈ ഷിജു പറഞ്ഞ പല പ്രശ്നങ്ങളും മന്ത്രി ശ്രദ്ധയിൽ ഇല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വന്നപ്പോ ഈ മരിച്ച പെൺകുട്ടിയുടെ പരാതി അത് അന്വേഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അങ്ങോട്ടേക്കൊരു ഇപ്പൊ മരിച്ച പെൺകുട്ടിയുടെ വിഷയം എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി മരിച്ച പെൺകുട്ടിയുടെ വിഷയത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും അവിടെ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ആ ആശുപത്രിയുടെ സൽപ്പേരിനെ ഇല്ലാതാക്കുക ചെയ്യുന്നത്. കാരണം അവിടെ അത്തരം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ തന്നെ എമർജൻസി ആയിട്ട് ചെല്ലുമ്പോൾ അവര് റിസ്ക് എടുക്കാൻ തയ്യാറാകത്തില്ല. അവർ ഉടനെ റെഫർ ചെയ്ത്. ഡോക്ടർമാരെ കുറിച്ച് പരാതി ഉണ്ടോ ഷിജു? ഡോക്ടർമാരുടെ കാര്യക്ഷമത എങ്ങനെയുണ്ട്? ഡോക്ടർമാര് നല്ല ഡോക്ടർമാരും വളരെ വിദഗ്ധരായ ഡോക്ടർമാരാണ്. പക്ഷെ അവിടെ ഈ ഓരോന്നിനും ഫീസ് ഉണ്ട്, നിരക്കുണ്ട്. ഇത്ര ഓപ്പറേഷൻ ഇത്ര, അനസ്തേഷ്യക്ക് ഇത്ര, പിന്നെ മറ്റേതിന് ഇത്ര എന്നുള്ള നിരക്കുകളുണ്ട്. അതുവരെ ഇടക്കാലത്ത് നിന്നുപോയതാണ്. അപ്പൊ വീണ്ടും അതിപ്പോ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായില്ല. എന്റെ 4 വർഷത്തിന് മുമ്പ് എന്റെ മൂത്ത മോളെ പ്രസവത്തിന് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇങ്ങനെ പൈസ കണക്ക് പറഞ്ഞ് മേടിച്ചായിട്ട് ഷിജു, അദ്ദേഹം അവിടുത്തെ ഒരു പരാതിക്കാരൻ, അതിന്റെ മകളുടെ ഒരു ദുരനുഭവമാണ് പങ്കുവച്ചത്. കാരണം സൗകര്യങ്ങൾ ഏറെയുണ്ട്, പക്ഷേ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അത് ആരുടെ അനാസ്ഥയാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.